എല്ലാവർക്കും നമസ്കാരം. ഊണിനൊപ്പം, ദോശക്കൊപ്പം, മറ്റു പലഹാരങ്ങൾക്കൊപ്പം ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സൈഡ് ഡിഷാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളിത്തീയൽ ആണ് ഉണ്ടാക്കുന്നത്. ഉള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുന്നു ആദ്യം തന്നെ. അതുപോലെ തേങ്ങ ചിരവിയാണ്. തീയലിന് ആവശ്യമായ തേങ്ങ ചിരകി വെച്ചു. ഇനി നമുക്ക് ഈ മുറിച്ച ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിലൊഴിച്ച് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റണം. വേറൊരു ഉരുളിയിൽ നമുക്ക് അരവിനാവശ്യമായ കാര്യങ്ങൾ റെഡിയാക്കാം. അതിൽ തന്നെ ചുവന്നുള്ളി ഒന്ന് വറുത്തെടുക്കുക. അതിൽ തന്നെ കൊത്തമല്ലിയും കുറച്ച് ഉലുവയും ഇടുക. അതിനിടയിൽ നമ്മൾ ഉള്ളി ബ്രൗൺ നിറം ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ 2 ഉരുളി വെച്ചിട്ടുണ്ട്. ഒന്നിലാണ് ഉള്ളി വഴറ്റുന്നത്, വേറെ ഒന്നിലാണ് അരവിനാവശ്യമായ കാര്യങ്ങൾ റെഡിയാക്കുന്നത്. നമ്മുടെ ഉള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട്. അത് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കുക. പുളിവെള്ളത്തിൽ ഇത് നന്നായിട്ട് വേവണം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മുടെ തേങ്ങ ഇതാ വറവായിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു കഷ്ണം വെല്ലം ഇതിലോട്ട് ചേർക്കണം. ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ഇതിലോട്ട് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് കായപ്പൊടി ചേർക്കാം. ഇതാ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കടുക് വറുക്കാം. ഇതാ വറവായിട്ടുണ്ട്. ഇവിടെ ഉള്ളിത്തീയലാക്കി കഴിഞ്ഞാൽ അത് മാത്രം മതി. ദോശക്കായാലും ചോറിനായാലും എല്ലാത്തിനും അത് മതി. അതുകൊണ്ട് ഇന്ന് ചോറിനും ദോശയ്ക്കും ഒക്കെ നമ്മൾ ഈ ഉള്ളിത്തീയലാണ് എടുത്തിട്ടുള്ളത്. വേറെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ സൈഡായിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. മെയിനായിട്ടുള്ള കറി ഇന്നത്തത് ഉള്ളിത്തീയൽ തന്നെയാണ്. ഈ ഉള്ളി എല്ലാവർക്കും വളരെ നല്ലതാണ്. ചെറുള്ളി ആയാലും വലിയ ഉള്ളി ആയാലും എല്ലാം നല്ലതാണ്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ പലവിധ അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു ഔഷധമാണ് ഉള്ളി. ഉള്ളി ശരീരത്തിന് വളരെയധികം തണുപ്പ് തരുന്ന ഒരു വസ്തുവാണ്. ഡെയിലി ഉള്ളി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഉള്ളിത്തീയലായതുകൊണ്ട് തന്നെ ഞാനിന്ന് പാറോട്ടിക്ക് രാവിലെ ചൊട്ടദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശയുടെ മേലെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ചൊട്ടദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഉള്ളിത്തീയലാണ് അവൾ കൂട്ടി കഴിക്കുന്നത്. അവൾക്ക് ഉള്ളിത്തീയലുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് അച്ചാറും അതിൻ്റെ കൂടെ വിളമ്പിയിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ളിത്തീയൽ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.